പിക്കപ്പിന് വന്നിട്ടുണ്ട്. ഇതാണ് വണ്ടി, ഇതാണ് നമ്മുടെ ഏട്ടൻ. അടുത്ത ഐലൻഡിലെത്തി, ലാവോ ലേഡിങ് ഐലൻഡ്. ഇവിടെയാണ് ഞങ്ങളുടെ ലഞ്ചും കാര്യങ്ങളൊക്കെ ഇവര് സെറ്റാക്കിയിട്ടുണ്ട്. ഞങ്ങളിപ്പോ ലാവോ ലാൻഡിങ് ഐലൻഡിലാണ് നിൽക്കുന്നത്. ആൻഡ് ദ വാട്ടർ ഇസ് സോ ക്രിസ്റ്റൽ ക്ലിയർ. അതായത് ഇവിടെ നമുക്ക് മീനിനെയൊക്കെ ഡയറക്റ്റ്ലി ഇവിടെ ഒഴുകിടക്കാൻ പറ്റണോ, സ്നോർക്കലും ചെയ്യേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ്ലി ഇവിടെ ഒഴുകിടക്കുകയാണ് മീൻ. മാസ്കിന്റെ ആവശ്യമില്ല, വെറുതെ കണ്ണുകൊണ്ട് കാണാം. ഇത് ഭയങ്കര അടിപൊളി മായാവേ പോയിട്ടുണ്ട് സത്യം പറഞ്ഞ ഈ സ്ഥലങ്ങളിൽ. ഈ മീനുകളൊക്കെ ഉണ്ടോ? ഇതാണ് കര, ഇത്ര അടുത്ത്. അങ്ങനെ ലാവോ ലേഡിങ് ഐലൻഡ് ആൻഡ് ലഞ്ച് കഴിഞ്ഞു. ഇതാണ് ഇപ്പോൾ ഞങ്ങളുടെ കോലം. ഇങ്ങനെയുണ്ട്. അടുത്ത സ്റ്റോപ്പ് എത്തി, വിച്ച് ഈസ് ഹോങ് ഐലൻഡ്. ഇവിടെ രണ്ട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒരെണ്ണം, ഈ ഹോങ് ഐലൻഡ് നേച്ചർ ട്രെയിൽ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഐലൻഡിന് ചുറ്റും നടക്കാൻ പറ്റും. പിന്നെ ഒരു 360 ഡിഗ്രി വ്യൂ പോയിന്റ് ഉണ്ട്, അത് കുറച്ച് മുകളിലേക്ക് കയറിയാൽ കുറച്ച് വ്യൂ ഒക്കെ കിട്ടും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് ചെയ്യാൻ പോണത്. ഫസ്റ്റ് നമുക്ക് നേച്ചർ ട്രെയിലിൽ പോവാം. ഇവിടെ എന്തുണ്ടെന്നാണ് ചേട്ടൻ പറഞ്ഞത്? ഇവിടെ ഒരു കൊമോഡോ ഡ്രാഗൺ ഉണ്ടെന്നാണ് പുള്ളി പറഞ്ഞത്. നല്ല ഒന്നാന്തരം ചൂടാണ്. അപ്പോൾ ഈ വഴിയിൽ കുറച്ച് മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ലെന്നാണ് പറഞ്ഞത്. സോ പോയി നോക്കാം. നീ എന്താ പറ്റിയ തിളങ്ങണേ? മൊത്തം ഒരു കാടിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഞങ്ങളിപ്പോൾ നടന്നു പോകുന്നത്. ആ വോക്ക് ഞങ്ങൾ നടന്നത് ഐലൻഡിന് ചുറ്റും നടന്ന് തിരിച്ച് ബീച്ചിൽ തന്നെ എത്തി. മോണിറ്ററിൽ സാറിനെ കണ്ടില്ല, ഒരു അരണേനെ കണ്ടു. അതായിരുന്നു തിരിച്ച് ബീച്ചെത്തി. ഇതപ്പോൾ ലാസ്റ്റ് സ്റ്റോപ്പ് ആയതുകൊണ്ട് ഇവിടെ ഒരു 2.5 hours ടൈമുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ കുറച്ച് നേരം വെറുതെ ഇവിടെ റെസ്റ്റ് സ്റ്റോപ്പായിട്ട് ഇരിക്കുകയെ. ഇത് കഴിഞ്ഞിട്ട് മുകളിലേക്ക് വ്യൂ പോയിന്റ് കാണാൻ കയറണം. അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് ഈ കടലിൽ ഇറങ്ങാം. അതാണ് നമ്മുടെ പ്ലാൻ. അങ്ങനെ ഞങ്ങൾ ട്രക്ക് ചെയ്യാൻ റെഡിയായി. സൺസ്ക്രീനൊക്കെ ഇട്ടു, മുടിയൊക്കെ കെട്ടി ട്രക്കിലേക്ക് പോവാം. എത്ര സ്റ്റെപ്സായി? ഇവിടെ ഒരു റെസ്റ്റ് സ്റ്റോപ്പ് ഉണ്ട്. ഓക്കെ,
ബീച്ച് കയറി ഇതാണ് അവസ്ഥ. പക്ഷേ ഇവിടുത്തെ വ്യൂ ഇതാണ് നമ്മളിവിടെ കാണുന്നത്. ആൻഡ് ദിസ് ഇസ് നോട്ട് ഈവൻ ദ ടോപ്പ് പോയിന്റ്. കുറച്ചും കൂടെ കയറിയാലേ ടോപ്പ് എത്തുള്ളൂ. ബട്ട് യാ ദൂരെ ബോട്ടൊക്കെ പോകുന്നതാണ്. അങ്ങനെ ഞങ്ങൾ മുകളിലെത്തി. എൻ്റെ ദൈവമേ, ഭയങ്കര കയറ്റോട്ടോ. പക്ഷേ വ്യൂ ഒരു രക്ഷയില്ല. ഡിഗ്രി ഓഫ് ഈ ഒരു കടൽ. എങ്ങനെയുണ്ട്? പക്ഷേ ട്രക്കിന്റെ റിവാർഡ് താഴെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. റിവാർഡാണ് നല്ല നീല കളർ വെള്ളത്തിൽ മീനിനെ കണ്ട് അവിടെ സ്പ്രൈറ്റ് കുടിച്ചിട്ട് കിടക്കാം. അത് ശരി. ഓക്കെ, നമുക്ക് താഴോട്ടുള്ള ട്രക്ക് തുടങ്ങാം. താഴെ ബീച്ച് ഉണ്ടെന്നുള്ളൊരു ഒറ്റ ഒരു ഇതിലാണ് നമ്മളിങ്ങനെ പോണേ. ഓ മൈ ഗോഡ്, ബീച്ചാണ് മോട്ടിവേഷൻ. ഓൾമോസ്റ്റ് താഴെ എത്തി. തിരിച്ചിറങ്ങാൻ വലിയ ബുദ്ധിമുട്ടില്ല. പിന്നെ മരങ്ങളൊക്കെ എത്തുമ്പോൾ കുഴപ്പമില്ല. മുകളിൽ ഒരു മരം പോയിട്ട് ഒരു കൊട പോലും ഇല്ലായിരുന്നു. അതാ സീനായത്. സ്റ്റെപ്പ് കണ്ടാ പറയില്ല. കയറി കയറി നമ്മൾ പല പ്ലാറ്റ്ഫോം കാണുമ്പോൾ നമ്മൾ ഇപ്പൊ എത്തി പക്ഷെ എത്തൂല, ഇനി ഉണ്ടാവും. അങ്ങനെ കയറി കയറി ഒരു 20 മിനിറ്റിന്റെ ഒരു ലെങ്ത് ഇപ്പോഴാണ് മനസ്സിലാവും. പക്ഷെ ഇത് പറഞ്ഞ 15, 15, 30 മിനിറ്റ് പുള്ളി ഒറ്റ ബ്രേക്ക് എടുക്കാണ്ട് കയറുമ്പോ 15 മിനിറ്റ്, ബ്രേക്ക് എടുത്ത അരമണിക്കൂർ മാത്രം 30 മിനിറ്റ് വേണമെന്ന് തോന്നുന്നു. കാരണം കുറെ ബ്രേക്ക് ഉണ്ട്. താഴത്തേക്ക് എനിക്ക് തോന്നുന്നു ഒരു 15 മിനിറ്റ് എത്താൻ പറ്റും. നിന്റെ റിവാർഡ് ഇവിടെ. ഞാൻ പോകും. ഓടിപ്പോക്കോ, ഓടിപ്പോക്കോ. അങ്ങനെ ഞങ്ങളുടെ ഇവിടുത്തെ സുഖവാസം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവാണ്. ഈ ഒരു ഹോങ് ഐലൻഡ് ടൂർ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു വൺ ഓഫ് ദി ബെസ്റ്റ് ഐലൻഡ് ടൂർസ് ആയിട്ട് അറ്റൻഡ് ആണെന്ന് തോന്നുന്നു. നമ്മൾ പല ഐലൻഡ് ടൂറും ചെയ്തിട്ടുണ്ട്. ഫിഫി, മായാബേ, പിന്നെ ലങ്കാവിയിൽ ഐലൻഡ് ടൂർ ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? ബാലിയിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഹോങ് ഐലൻഡും. മൊത്തത്തിൽ നല്ല രസമാണ് കാണാനായിട്ട്. എല്ലാ ഐലൻഡ്സും അടിപൊളി. നല്ല ടൈം കിട്ടി, സ്വിമ്മിങ്ങിന് നല്ല ടൈം കിട്ടി. കഴിഞ്ഞ പ്രാവശ്യം തായ്ലൻഡ് സ്നോർക്കലിംഗ് എന്ന് പറഞ്ഞിട്ട് ആകെ ഒരു 15 മിനിറ്റ് ഒരു 2 പിറ്റ് സ്റ്റോപ്പ് ഉണ്ടായുള്ളൂ. പിന്നെ ഫിഫിയിൽ ഇറങ്ങാനും സമ്മതിച്ചില്ല. ഈ പ്രാവശ്യം ഡെഡിക്കേറ്റഡ് ആയിട്ട് ഹോങ് ഐലൻഡിൽ ഒരു 3 hours 2.5 hours സ്പെൻഡ് ചെയ്യാൻ പറ്റി. പിന്നെ ട്രക്ക് ഉണ്ട് അതിൻ്റെ ഇടയിൽ. നല്ല വെയിലായിരുന്നു. പക്ഷെ മൊത്തത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഹോങ് ഐലൻഡ് ടൂർ. അപ്പോൾ നിങ്ങൾ ക്രാബ് വരികയാണെങ്കിൽ നിങ്ങൾ ഹോങ് ഐലൻഡ് ടൂർ നിങ്ങൾ ചെയ്യണം. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ മുന്നത്തെ ഐലൻഡും ലാവലാഡിങ്. ലാവലാഡിങ് അടിപൊളിയല്ലേ? ലാവലാഡിങ് ഇത് കുറച്ചും കൂടെ ബെറ്റർ ആയി. ഇവിടെ 2 എണ്ണം ഉണ്ട്, കുറേ ഏരിയ ഉണ്ട്, കുറേ ഉണ്ട്. ഇത് ലാവലാഡിങ് ചെറിയൊരു പോയിന്റ് മാത്രമേ ഉള്ളൂ. ഇതൊരു വലിയ ഐലൻഡാ. ഇറ്റ്സ് റിയലി ഗുഡ്. ഈവൻ ഫിഫി ഐലൻഡ് ടൂർ നല്ലായിരുന്നു. മായാബേ കിടില സാധനമായിരുന്നു. മായാബേയിൽ നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റില്ല, ആകെ കണ്ടിങ്ങനെ വരാന്നുള്ളത് മാത്രമേ ഉള്ളൂ. മായാബേയിൽ വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റില്ല. ബട്ട് ഹോങ് ഐലൻഡ് ഇവിടെ നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാം. മായാബേ ടൂറിൽ നമ്മള് കൂടുതൽ സമയം ബോട്ടിലാണ് സ്പെൻഡ് ചെയ്തതെന്ന് എനിക്ക് തോന്നിയത്. ഇത് ഭയങ്കര ആ മുകളിൽ കയറി ആ ക്ഷീണമൊക്കെ ജസ്റ്റ് ഈ വെള്ളത്തിൽ കിടക്കുമ്പോ അത് കംപ്ലീറ്റ്ലി ഇല്ലാണ്ടാവും. അതുകൊണ്ട് ഒന്നും നോക്കണ്ട, ചെയ്തോ. ഫിഫി മായാബേനെക്കാട്ടും പൈസ കുറവാണ്. പൈസ ഏകദേശം ചെയ്യണ്ടല്ലേ. ഐ മീൻ യൂഷ്വലി ഞാൻ വിചാരിച്ചു ഇതായിരുന്നു കുറച്ചുകൂടി എക്സ്പെൻസീവ്, പക്ഷെ ഇത് കുറച്ച് പൈസ കുറവാണ്. അപ്പോൾ 2 എണ്ണം ഉണ്ട് തുറന്നുണ്ടോയെന്ന് കാണിച്ചു തരാം. അവിടെ ഒരു കോവുണ്ട്, അവിടെയാണ് നമ്മളിപ്പോൾ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഇവിടെ ഒരു ബ്ലോക്കേജ് ഉണ്ട്. പിന്നെ ഇവിടെ വീണ്ടും വേറെ ഒരു ലഗൂൺ പോലെ ഉണ്ട്. അപ്പോൾ അതാണ് എനിക്ക് ഇഷ്ടമായത് എസ്പെഷ്യലി. യെസ്,
ഓക്കെ, അപ്പോൾ ഞങ്ങളുടെ ഹോങ് ഐലൻഡ് ട്രിപ്പ് കഴിഞ്ഞു. ഫോണിൻ്റെ ചാർജൊക്കെ തീരാറായി. സോ ദിസ് വിൽ ബി മൈ ലാസ്റ്റ് വീഡിയോ ഇൻ ദിസ് ഐലൻഡ്. ഓക്കെ, ബൈ. എന്തെങ്കിലും പറയണ്ട. അടുത്ത വ്ലോഗ് ഞങ്ങളുടെ ബോട്ടിംഗ് ട്രിപ്പ് എല്ലാം കഴിഞ്ഞ് ഹോട്ടലിൽ വന്ന് കുളിച്ച് റെഡിയായി അടുത്ത പരിപാടിക്ക് പോവാണ്, വിച്ച് ഈസ് ആവനാങ് ബീച്ച്. അവിടെ ഈ സൺസെറ്റിന്റെ സമയത്ത് ഫയർ ഷോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സൺസെറ്റ് കാണാൻ നല്ല ഭംഗിയാണ്. അവിടെ ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പം എല്ലാം കൊണ്ട് ഞങ്ങൾ ആവനാങ് ബീച്ച് ഏരിയയിലേക്ക് പോവുകയാണ്. അവിടെ എന്താ ഉള്ളതെന്ന് നമുക്ക് നോക്കാം. ഇതാണ് ഞങ്ങളുടെ ഹോട്ടലിന്റെ മുൻഭാഗം. ആവനാങ് ബുരി റിസോർട്ടാണ് ഞങ്ങൾ എടുത്തത്. തൊട്ട് മുന്നിൽ തന്നെ ഈ ഒരു ബീച്ചിന് പാരലായിട്ടുള്ള റോഡാണ്. ഞങ്ങളുടെ ഹോട്ടലിന് ഓപ്പോസിറ്റുള്ള ബീച്ചാണിത്. ഞങ്ങളുടെ ഹോട്ടലിൽ നിന്ന് വെറും 900 മീറ്റേഴ്സ് അല്ലേ ആവനാങ് ബീച്ചിലേക്ക്? 950 മീറ്റേഴ്സ് ഉള്ളു. അപ്പോൾ ഞങ്ങൾ വെറുതെ ഇവിടുത്തെ വൈബൊക്കെ കണ്ടിങ്ങനെ നടക്കാമെന്ന് വിചാരിച്ചു. കിഡിലും ഏരിയ. ആരോ ചീർപ്പഞ്ഞ് പറ്റിപ്പോയതാ. ഭയങ്കര അടിപൊളി ലൊക്കേഷൻ. ഫുട്പാത്തൊക്കെ കണ്ടില്ലേ? ഭയങ്കര ക്ലീൻ ആൻഡ് നീറ്റ് സ്ഥലം. ആക്ച്വലി റിയലി ഗുഡ് കേട്ടോ. നോക്കി, കടകളും ഈ സൈഡിൽ റിസോർട്ട്സ്. ഇവിടുത്തെ വൈബ് ഒരു രക്ഷയില്ല. ഫുള്ള് കടകളും ആൻഡിപ്പോ മഴ പെയ്യാൻ പോണൊരു ഫീലിംഗ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഭയങ്കര 1-2 തുള്ളിയൊക്കെ വന്നിട്ടുണ്ട്. കഴിയുമ്പോ നമ്മള് സ്പോട്ട് പിടിക്കണം. പക്ഷെ മൊത്തത്തില് ഐ എം സോ ഗ്ലാഡ് വി ഡിസൈഡഡ് ടു ഗോ. ഇതാണ് ആവനാങ് ബീച്ച്. നല്ല ആംബിയൻസ് ആണ് ഇവിടെ. അതായത് എല്ലാവരും ഇവിടെ വെറുതെ ഇങ്ങനെ ചുറ്റിയിരിക്കുകയാണ് സൺസെറ്റ് കാണാനായിട്ട്. ഇവിടെ പ്രത്യേകിച്ച് ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളൊക്കെ കയറി ഇരിക്കണമെന്നൊന്നുമില്ല. ലൈക്ക് കുറേ സീറ്റിംഗ് ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ. ഫുള്ള് നല്ല രസമുണ്ട് ബീച്ച് കാണാൻ. ഈ റോഡ് കാണാനും ഭയങ്കര അടിപൊളി. അതെ, ഞങ്ങൾ ലഞ്ച് ലാസ്റ്റ് ആയിട്ട് കഴിച്ചു. ഞങ്ങളങ്ങനെ ഒരു റോഡ് സൈഡിൽ ഒരു കടയിൽ കയറി. എന്താണ് ഫ്രൈഡ് ചിക്കൻ നൂഡിൽസ് അല്ല ഫ്രൈഡ് റൈസ് വിത്ത് ഫ്രൈഡ് ചിക്കൻ ഞങ്ങളിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്പി ചിക്കൻ ക്രിസ്പി ചിക്കനും ഫ്രൈഡ് ചിക്കനും ഒന്നല്ല. കാണിച്ചോളൂ. അത് ബീച്ചാ. അപ്പൊ ഈ കടയിൽ നിന്ന് ഞങ്ങളൊരു കോക്കനട്ട് സ്മൂത്തി വാങ്ങിച്ചു. ആൻഡ് അടിപൊളി സാധനം. എങ്ങനെയുണ്ട്? അടിപൊളി. സത്യം പറഞ്ഞ വലിയ പ്രതീക്ഷ ഇല്ലാണ്ട് കയറി ജസ്റ്റ് ഒരു സ്ട്രീറ്റ് ഫുഡ് അറ്റൻഡ് ചെയ്യാൻ. ഫ്രൈഡ് റൈസ് വിത്ത് ക്രിസ്പി ചിക്കൻ ഭയങ്കര ബ്ലെൻഡഡ് ആയിട്ടുള്ള. നമ്മൾ കേരളത്തിൽ നിന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മള് തേങ്ങയുടെ എല്ലാം തിന്നിട്ടുണ്ടെന്ന്. ബട്ട് നമ്മളിതുവരെ, ഞാൻ അറ്റ്ലീസ്റ്റ് ഇതുവരെ ഒരു കോക്കനട്ട് സ്മൂത്തി ഞാൻ കുടിച്ചിട്ടില്ല. അതും ഫ്രഷ് ആയിട്ട് അവര് തേങ്ങ എടുത്തിട്ട് അവര് നമ്മുടെ മുന്നില് ഈ ബ്ലെൻഡറിൽ അവരടിച്ച് നമുക്ക് തരും. ഇങ്ങനത്തെ ഒരു ഫോമിലും അടിച്ച് ഭയങ്കര അടിപൊളി ടേസ്റ്റ്. സ്കൈന്റെ കളറൊക്കെ മാറി പോനെ. ഞങ്ങളിത് ഈ ബീച്ചിന്റെ സൈഡിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ആൻഡ് ദിസ് ഈസ് ദി സ്കൈ. ആൻഡ് ഞങ്ങളുടെ കോക്കനട്ട് സ്മൂത്തി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ട്രാവൽ നല്ല രസമുണ്ട്. ഭയങ്കര ഒരു ലേറ്റ് ബാക്ക് ആൻഡ് പീസ്ഫുൾ വൈബ്. അതും ഈ ഒരു ഏരിയയും കൂടി ആയതുകൊണ്ടാണ് നമ്മുടെ ഹോട്ടലിൽ നിന്ന് ജസ്റ്റ് നടക്കാനുള്ള ദൂരമുള്ളൂ ഈ ഒരു ഏരിയ. ഈ ഒരു ഏരിയ ഭയങ്കര ലെവലായിട്ടോ. ഈ ആവനാങ് ബീച്ച് ഏരിയ അത് ഫുൾ ബാക്കി തന്നെ ഉണ്ടില്ലേ. ഭയങ്കര ലൈവ്ലി ഏരിയ. ഇനി ഇവിടെ ഇരുന്നാൽ കുറച്ചു നേരം. ഞങ്ങളപ്പോ ഇവിടുത്തെ കടയിൽ നിന്ന് ഒരു ചെറിയ H&M അത് ശരി, അത് H&M ആയിരുന്നു ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഒരു സൈഡിൽ കണ്ട ഒരു കടയിൽ നിന്ന് ഒരു ക്യൂട്ട് ടോപ്പ് വാങ്ങി. അയ്യോ, ഇത് ഇഗ്വാനയാണോ?
ബീച്ച് ക്ലബ്സിലൊന്നും കയറാണ്ട് ജസ്റ്റ് ഈ സ്ട്രീറ്റ്സിലുള്ള ഓരോ സാധനങ്ങളൊക്കെ ട്രൈ ചെയ്ത് ഇങ്ങനെ നടക്കാണ്. സോ ഇപ്പൊ ഞങ്ങൾ ട്രൈ ചെയ്യുന്നതാണ് വൈറലായിട്ടുള്ള ന്യൂട്ടല്ല ബനാന റൊട്ടി. റൊട്ടി നമുക്കിത് ചൂടായിട്ട് ഇപ്പൊ തിന്നാൻ പറ്റാനുള്ള, കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ തിന്നുന്നതായിരിക്കും. ഇതൊക്കെ എന്താക്കി പുറത്തു വിടുന്നതിനാ ആലോചിക്കണം. ഇമ്മീഡിയറ്റ് റിയാക്ഷൻ. എങ്ങനെ ഉണ്ടായിരുന്നു മസാജ്? ഞാൻ പ്രതീക്ഷിച്ചതിനായിട്ടും അടിപൊളിയായിരുന്നു. ഇതായിരുന്നു ഞങ്ങളെ മസാജ്. എന്റെ ആദ്യത്തെ ഫുഡ് മസാജ് ആയിരുന്നു. നിന്റെ സെക്കൻഡ് ടൈം ആണ്. സെക്കൻഡ് ഫുഡ് മസാജ് ആണ്. ആദ്യം ഇങ്ങനെ കാല് മസാജ് ചെയ്തപ്പോ എനിക്ക് ഇക്കിളിയായി, പിന്നെ അത് യൂസ്ഡ് ആയി. ചില മസിൽ ആക്ച്വലി ഇത് കുറെ നടന്നുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇന്ന് ഞങ്ങൾ മറ്റേ ഹോങ് ഐലൻഡ് വ്യൂ പോയിന്റ് കയറി ഇറങ്ങിയതുകൊണ്ട് കാലിന്റെ മുട്ടിന്റെ അവിടെയൊക്കെ ഒരു വേദനയൊക്കെ ഉണ്ടായി. അതൊക്കെ സെറ്റായി. പിന്നെ കാലിന്റെ മസിൽസ് അതൊക്കെ ആക്ച്വലി ഇവര് മസാജ് ചെയ്യുമ്പോഴാണ് ഇതൊക്കെ സ്ട്രെസ്ഡ് ആണെന്ന് മനസ്സിലാവുന്നത്. നമ്മളിന്ന് കുറെ നടന്നു. അത് ആക്ച്വലി ഇത് ഗ്രാബ് എടുത്തില്ല അല്ലേ. അപ്പൊ അങ്ങനത്തെ ഒരു ഇതില് ഇറ്റ് വാസ് എ ഗുഡ് ഡിസിഷൻ മസാജ് എടുക്കുന്നതിന്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെടാൻ തുടങ്ങി, കാരണം ഭയങ്കര റിലാക്സിങ് അല്ല. ഇപ്പൊ വീണ്ടും എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ ഇപ്പൊ വീണ്ടും എനർജി വന്ന പോലെ ഉണ്ട്. ഇപ്പോഴും മസാജ് ചെയ്തതിന്റെ ആ ഒരു എഫക്ട് കാലുമുണ്ട്. അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട് പരിപാടി. ഹായ്, വെൽക്കം ടു ഡേ 5 ഇൻ തായ്ലൻഡ്. ഇന്ന് ഞങ്ങൾ വീണ്ടും ക്രാബിൽ നിന്ന് മാറി കോ സമൂഹിലേക്ക് പോവാണ്. അപ്പോൾ ഈ ഹോട്ടലിൽ നിന്ന് ഇപ്പോൾ ചെക്കൗട്ട് ചെയ്യും. അതിന് മുമ്പ് ഒരു ക്വിക്കായിട്ടൊരു റൂം ടൂർ തരാം. സോ ഇതാണ് നമ്മൾ കയറി വരുന്ന ഡോറ്. കയറി വരുമ്പോൾ തന്നെ ഇവിടെ വലിയൊരു അൽമാരി ഉണ്ട്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു അൽമാരിയാണ്. അവരൊരു ബീച്ച് ബാഗൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ആൻഡ് ഈ അൽമാരിയുടെ സൈഡിൽ നമ്മുടെ കെറ്റിൽ ആൻഡ് ചായ ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഈ സൈഡിലാണ് നമ്മുടെ വാഷ്റൂം. വലിയ കുഴപ്പമൊന്നുമില്ലാത്ത വാഷ്റൂമാണ്. ഹെയർ ഡ്രയറൊക്കെ ഉണ്ട്. ഇതാണ് മിറർ. സെപ്പറേറ്റ് ഷവർ റൂം ഉണ്ട്. അപ്പോൾ മൊത്തത്തിൽ കഴിഞ്ഞ ഹോട്ടലിനേലും കുറച്ചും കൂടി സൈസുള്ള ബാത്റൂമാണ്. ആൻഡ് ഇതാണ് റൂം. ഒറ്റ തോട്ടത്തിൽ കാണാൻ അടിപൊളിയാണ്. വലിയ ബെഡ്, ടി വി യൂണിറ്റ്. ആൻഡ് ഇത് നമ്മുടെ നിഖിൽ വീണ്ടും. ആൻഡ് ഒരു പ്രൈവറ്റ് ബാൽക്കണി ഉണ്ട്. അപ്പോൾ ബാൽക്കണിയിൽ നിന്ന് സീ വ്യൂ ഒക്കെ ഉണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചു. ബട്ട് സീ വ്യൂ ഒന്നുമില്ല. ബാൽക്കണിയിൽ താഴെ ഒരു പൂൾ വ്യൂ ഉണ്ട്. ഇതാണ് നമ്മുടെ പൂൾ, ഹോട്ടൽ പൂൾ. ആൻഡ് അങ്ങ് ദൂരെ ആ മരങ്ങളുടെ ഇടയിൽ കൂടെ കാണുന്നതാണ് സീ. അപ്പോൾ അതാണ് സീ വ്യൂ. ഓക്കെ, ഇത് ഞങ്ങളുടെ ഹോട്ടലിൻ്റെ ഉൾവശം. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ റൂം ടൂർ. ഞങ്ങളെല്ലാം റെഡിയായി. ഞങ്ങൾ പോണതിന് മുമ്പ് ഞങ്ങളുടെ ഹോട്ടലെല്ലാം വന്ന പോലെ ആസ് മച്ച് ആസ് പോസിബിൾ ഞങ്ങൾ ആക്കാൻ ശ്രമിക്കാറുണ്ട്. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ റൂം ടൂർ. അങ്ങനെ ഞങ്ങൾ ചെക്കൗട്ട് ചെയ്തു. ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് രക്ഷയില്ല കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയായിരുന്നു. കുറേ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു ആൻഡ് എല്ലാം നല്ലതായിരുന്നു. പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് ഏരിയ AC കൂടി ആയിരുന്നു. പക്ഷേ AC ആണെങ്കിൽ സീ വ്യൂ കിട്ടില്ല. ബൈ. ലാസ്റ്റ് വീഡിയോ ഫ്രം ക്രാബി.